ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴും ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗോതമ്പൊടി വെച്ചിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് കറിയൊന്നും ആവശ്യമില്ല, മുട്ട വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ പുഴുങ്ങിയ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള മുട്ടയിലേക്ക് നമുക്ക് ചെറിയൊരു പീസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പൊടിയായി അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, പിന്നെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ടുള്ള ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിത് വഴറ്റുന്നൊന്നുമില്ല, ഇതുപോലെ തന്നെയാണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു പലഹാരത്തിലേക്കുള്ള ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ചപ്പാത്തി മാവാണ്. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ നമ്മളിതിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി മാറ്റണം. എന്നിട്ട് ഓരോന്നും നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ കനം കുറഞ്ഞ് പരത്തിയെടുക്കണം. പരത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു ഫില്ലിങ്ങോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അറ്റമൊക്കെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ പുറത്ത് വരും. അപ്പോൾ അങ്ങനെ ഓരോന്നും ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കി എടുക്കണം. ചൂടായ പാനിലേക്ക് ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ വേവിക്കുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഓയിലോ നെയ്യൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഒരെണ്ണം ഇവിടെ കുക്കായിട്ടുണ്ട്, ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇതാ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്, ഹെൽത്തി ആയിട്ടുള്ള പലഹാരം കൂടിയാണ് കേട്ടോ. എപ്പോഴും ഒരുപോലത്തെ ഐറ്റംസൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് നമുക്കിതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്